ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം യേശുക്രിസ്തു, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അങ്ങനെ ഓരോ നിരയിലുള്ളവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ് ഓരോ നിരയിൽ വരുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തി രാജ്യം പിതാവായ ദൈവത്തിൽ ഏൽപ്പിക്കും, പിന്നീട് മരണം നീങ്ങിപ്പോകും എന്നും പറഞ്ഞു. ഇതിനകത്ത് പിന്നീടുള്ള ഭാഗങ്ങളിൽ ഏത് വിധം ശരീരത്തോട് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചിന്തകളാണ് വരുന്നത്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്റ്ററിയാണ്. നമുക്കതിനെക്കുറിച്ച് ഒരു ക്ലിയറായിട്ടൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഒരു ഗ്ലോറിഫൈഡ് ബോഡി, തേജസ്സുള്ളൊരു ശരീരമാണ് എന്ന് മാത്രമേ നമുക്ക് സ്വർഗീയ ശരീരം എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചിന്ത, വാട്ട് കൈൻഡ് ഓഫ് ബോഡി, 35 ചോദ്യം അതാണ്. പക്ഷേ ഒരുവൻ മരിച്ചവൻ ഉയർക്കുന്നു എന്നും ഏതുവിധ ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. ഓക്കെ, അതാണ് ഹൗ വാസ് ദ ഡെഡ് റൈസ്ഡ് അപ്പ് ആൻഡ് വിത്ത് വാട്ട് ബോഡി ഡു ദേ കം, ഇതാണ് ചോദ്യം. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫിലിപ്പിയർ 3:21 ഇങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. സ്റ്റൈല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരമായി തീരും എന്നുള്ളതാണ്. 1 യോഹന്നാൻ 3:3 പറയുന്നുണ്ട്, അവനോട് സദൃശ്യന്മാരാകും. അന്നേരം അവനോട് സദൃശ്യരാകും എന്ന് പറയുന്നു. നമ്മൾ തിരിച്ച് 1 കൊരിന്ത്യർ 15 വരികയാണ്. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. വിതയ്ക്കുന്നത് ചാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സസ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങളാണ്. വിതയ്ക്കുന്ന ചാകുക. ഒരു ഗോതമ്പ് മണി താഴെ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നീ വിതയ്ക്കുന്നു. അന്നേരം ഗോതമ്പ് മണി വിതയ്ക്കുമ്പോൾ ഗോതമ്പ് മണിയിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? ഒരു പുതിയ സാധനമാണ് കിളിർത്ത് വരുന്നത്. ആ വിത്ത് നിന്ന് കിളിർത്ത് വരുന്ന ഒരു ഗ്രീനായിട്ടുള്ള ലീഫും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് കിളിർത്ത് വരുന്നത്. അന്നേരം എന്താണ് നടുന്നത്? ഒരു മണിയാണ് നടുന്നത്. അതിൽ നിന്ന് കിളിർത്ത് വരുന്നത് എന്താണ്? വേറൊരെണ്ണം. അതിൻ്റെ ആകാരവും അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ആ ഗോതമ്പ് മണിക്ക് ഈക്വലായിട്ടുള്ള യാതൊന്നുമില്ല, അതുമായിട്ട് ഇരിക്കുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗോതമ്പ് മണി മണ്ണിനടിയിലിട്ട് അത് കുളിർത്ത് വരുമ്പോൾ ആ ഗോതമ്പ് മണിയായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല. എന്നാൽ അത് വളർന്നു കഴിഞ്ഞ് വരുമ്പോൾ ഗോതമ്പ് പുറപ്പെടുവിക്കും, ഗോതമ്പിനെ ഉണ്ടാക്കും. ഹാർവെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഗോതമ്പ് ഉണ്ടാവും. അതുകൊണ്ട് അത് കമ്പയർ ചെയ്ത് ഇവിടെ പറയുന്നത്, ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ ഓരോ ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. എന്ത് ക്ലിയർ ആയിട്ടാണ് പറയുന്നത്? ഓരോരുത്തർ ഓരോ ശരീരം പോലെ കൊടുക്കുകയാണ്. സസ്യശാസ്ത്രം എടുത്തിട്ടാണ് അത് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. താഴെ പിന്നെ പറയുന്ന 33 വാക്യത്തിൽ ജന്തുശാസ്ത്രം എടുത്ത് പറയുകയാണ്. ജന്തുശാസ്ത്രമാണ് പറയുന്നത്, സകല മാംസവും ഒരുപോലുള്ള മാംസമല്ല. ചിക്കൻ വേറെ, ബീഫ് വേറെ, മട്ടൺ വേറെ, ഫിഷ് വേറെ, ഇതെല്ലാം പ്രത്യേകമാണ്. ജ്ഞാനത്തോടുകൂടി ഇവയെ ഉണ്ടാക്കിയിരിക്കുന്നു. സങ്കീർത്തനം 104:24 ജ്ഞാനത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സസ്യശാസ്ത്രത്തിൽ പറഞ്ഞാൽ അത് ഒരു രീതിയിലാണ്, ജന്തുശാസ്ത്രത്തിൽ പറഞ്ഞാൽ അത് വേറൊരു രീതിയിലാണ്. സകല മാംസം ഒരുപോലെയല്ല, ഡിഫറൻ്റാണ്. വീണ്ടും സെലസ്റ്റിയലായിട്ടുള്ള ബോഡീസ് ഭൗമശാസ്ത്രത്തിൽ പറയാണ്, സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. അത് പ്രത്യേകം പറയുന്നുണ്ട്. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഇതൊരു മിസ്റ്ററിയാണ്. അത് നമുക്ക് പറയാനായിട്ട്, നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് തണി വീട്ട് പച്ചയല്ല ഇലയുണ്ടാകുന്നത് പറയുന്ന പോലെ നമ്മൾ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വരുന്നത് വേറെ അതുപോലെ ഇരിക്കുന്ന ശരീരമൊന്നും ആവണമെന്നൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്രതിമയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഓക്കെ,
ആ ദൈവത്തിൻ്റെ തേജസ്സുള്ളൊരു ശരീരമായിരിക്കും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ തേജസ് വരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആ ശരീരത്തിന് ഉള്ള കാര്യം ഇതാണ്. അത് നേരത്തെ ദ്രവത്വം ഉണ്ടായിരുന്നു. 42-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദ്രവത്വം ഉണ്ടായിരുന്നു. ഇപ്പോഴേ അത് ദ്രവത്വമില്ല, അദ്രവത്വമാണ്. എന്ന് വെച്ചാൽ പെരിഷബിൾ അത് ഇംപെരിഷബിൾ ആണ്. എന്നുവെച്ചാൽ കറപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പം ഇൻകറപ്ഷൻ ആണ് എന്നുള്ളത്. അടുത്തത്, അത് അപമാനത്തിൽ വിതച്ചപ്പെട്ടു, തേജസ്സിൽ ഉയർക്കപ്പെട്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ തൻ്റെ വില്ലുകൊണ്ട് ദൈവത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ആണ് ശ്രമിച്ചത്. ദൈവത്തെ കളിയാക്കാനായിട്ടാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. കാരണം ശാസ്ത്ര പുരോഗതിയിലും ഒക്കെ കാണുന്നത് എന്താണ്? ദൈവത്തെ ഏതെങ്കിലും രീതിയിൽ ദൈവം ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ ഡിസോണറിൽ നിന്ന് തേജസ്സിലേക്ക് വരുന്ന, ഗ്ലോറിയിലേക്ക് വരുന്ന ഒന്ന്. അടുത്തത് പറയുന്ന വേറൊരു കാര്യം, ബലഹീനമായിട്ടുള്ളത്, ക്ഷീണമുള്ളത്, ഉറക്കമുള്ളത് ആയിട്ടുള്ള ശരീരം. അതാണ് വീക്ക്നെസ് ആയിട്ടുള്ള ശരീരം. ബലഹീനയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ആണ് ഉയർത്തപ്പെടുന്നത്. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തപ്പെടുന്നു. അതിന് ദൈവമഹത്വത്തെ കീഴ്പ്പെടുത്താനായിട്ട് ഒന്നിനും കഴിയുകയില്ല. കാരണം അത്രയ്ക്ക് ശക്തി പവർഫുള്ളാണത്. വീണ്ടും പ്രാകൃതമായി വിതയ്ക്കപ്പെടുന്നു, ആത്മീയമായി ഉയർത്തപ്പെടുന്നു. പ്രകൃതിയിൽ ജീവിക്കാനായിട്ടുള്ള നാച്ചുറലായിട്ടുള്ളതാണ് വിതയ്ക്കുന്നതെങ്കിൽ ആത്മീയമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ളൊരു ബോഡിയാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്? നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിന് ചിന്തിക്കാൻ വയ്യാത്ത ഒരു ശരീരമാണ് വരുന്നത്. പെട്ടെന്ന് നമ്മൾ ആലോചിക്കും, യേശുക്രിസ്തു 500 പേർക്ക് പ്രത്യക്ഷനായല്ലോ, 500 പേര് കണ്ടല്ലോ, അന്നേരം ഏകദേശം യേശുവിനെ പോലൊക്കെ ഇരിക്കുമല്ലോ എന്ന്. നമുക്കറിയത്തില്ല യേശുവിനെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്, അതോ നമ്മുടെ രൂപത്തിലും ഭാവത്തിലുമാണോ ഇരിക്കുന്നതെന്നൊന്നും ബൈബിളിൽ അതിനുള്ള തെളിവില്ല. ആകെയുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഒരു പുതിയ പുനരാവിഷ്കരണം അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയല്ല. നമ്മൾ ദ്രവത്വമായിട്ടുള്ളതിൽ നിന്ന് അദ്രവത്വത്തിലേക്കും, അപമാനത്തിൽ നിന്ന് തേജസ്സിലേക്കും, ബലഹീനയിൽ നിന്ന് ശക്തിയിലേക്കും, പ്രാകൃതത്തിൽ നിന്ന് ആത്മീയത്തിലേക്കും ആയിത്തീരുന്ന ഒരവസ്ഥയാണ്. അതാണ് ശരീരം. അന്നേരം നിങ്ങൾ ചോദിക്കും, ഈ ശരീരത്തിന് ഭക്ഷണം വേണ്ടേ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ബൈബിളിലെ ഒരുപാട് ഭാഗങ്ങളുണ്ട്, നമുക്ക് അറിയാം. ആദ്യമേ തന്നെ അറിയാം, അതിന് ആഴത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ തന്നെ അത് കാണുന്നുണ്ട്. അബ്രഹാമിനെ വിസിറ്റ് ചെയ്തിട്ട് നല്ല വാർത്ത പറയാനായിട്ട് വന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർ ഭക്ഷണം കഴിക്കാം. അതായത് ഒരു കാര്യം ഉറപ്പാണ്, ആത്മീയ ശരീരത്തിനും ദൂതന്മാർക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരുടെ അരികിൽ വന്നു നിന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. 24-ന്റെ 36-ാം വാക്യത്തിൽ ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. അവർ ഞെട്ടി ഭയപ്പെട്ട ഒരു ഭൂതത്തെ കാണുന്ന പോലെ അവർക്ക് തോന്നി. അപ്പോൾ എവിടെയും പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ബോഡിയാണ് നമുക്കുള്ളത്. ആ ബോഡിക്ക് ഒരുപാട് ദൂരം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മളത് ആ ബോഡിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് നമ്മളത് പഠിക്കുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഒരുപാട് ദൂരം കാണാൻ പറ്റും, ഒരുപാട് ജ്ഞാനമുള്ള ബോഡിയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ശരീരമാണ് നമുക്കുള്ളത്. അതിനകത്ത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ന്റെ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്, തിന്നുവാൻ വല്ലതും നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ട അവന് കൊടുത്തു. അതവൻ വാങ്ങി തിന്നി അവർ കാൺകെത്തുന്നു. അപ്പോൾ തിന്നാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മത്തായി 26-29 എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ ഈ മുന്തിരിയുടെ അനുഭവത്തിൽ ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇനി പിതാവിൻ്റെ രാജ്യത്തിൽ ഞാൻ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും. അപ്പോൾ ഭക്ഷണം സ്വർഗരാജ്യത്തിൽ കഴിക്കാം, അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്ലോറിഫൈഡ് ബോഡീസാണ്. അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം, ഭക്ഷണം കഴിക്കാം. പക്ഷേ അതിനകത്ത് അതിൻ്റെ നമ്മൾ ഭക്ഷണം കഴിക്കത്തില്ലേ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ അതിൻ്റെ ആവശ്യം നിർബന്ധമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ നമുക്കൊരു ശരീരമുണ്ട്. ആ ശരീരം പുതിയൊരു ശരീരമാണ്. അത് നമ്മുടെ പഴയ ശരീരത്തെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നല്ല. ഒരു ആത്മീയ ശരീരമാണ്, തേജസ്സിൻ്റെ ശരീരമാണ്, തേജസ്സിൻ്റെ ആവരണമുള്ള ശരീരമാണ്. അങ്ങനൊരു ശരീരമാണ് നമുക്ക് കിട്ടുന്നത്. ആ ശരീരത്തിന് എത്രയോ കിലോമീറ്റർ വേണമെങ്കിലും, എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ജെറുസലേമിൽ പ്രത്യക്ഷനാകും. അപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ജെറുസലേമിൽ പ്രത്യക്ഷനാവും, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ പോയി നിൽക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരമാണ്. അതെങ്ങനെയാണ് ലൈറ്റിനേക്കാൾ സ്പീഡാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അതൊരു മിസ്റ്ററിയാണ്, അത് നമുക്കറിയത്തില്ല. ഈ അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് അസ്യൂം ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ ഈ ബൈബിളിലുള്ള വാക്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ളൊരു ശരീരമാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. അല്ലാതെ പുത്തൻ യെരുശലേം, ന്യൂ ജെറുസലേമിലെ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഈ വലിയ പട്ടണത്തിലാണ് ആയിരിക്കുന്നത്. ഈ പട്ടണത്തിനായി അബ്രഹാം നോക്കി പാർത്തിരുന്നു. ദൈവം തന്നെ അതിൻ്റെ ആർക്കിടെക്റ്റ് ആയിരുന്ന ആ പട്ടണത്തിന് വേണ്ടി നോക്കി പാർത്തിരുന്നു. അപ്പോഴേ നമ്മൾ ശരീരം ഏത് രീതിയിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ശരീരം എങ്ങനെയായിരിക്കും, നമ്മുടെ സ്വർഗീയ ശരീരം എങ്ങനെയായിരിക്കും. ഈ സ്വർഗീയ ശരീരമാണ് നേരത്തെ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതല്ലോ. അതൊരു വലിയൊരു ഗ്രേറ്റ് സിറ്റി, ഹോളി സിറ്റിയായിട്ട് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഹോളി സിറ്റിയായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ പട്ടണത്തിനായിട്ട് അബ്രഹാം നോക്കി പാർത്തിരുന്നു. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ഈ പട്ടണം അതൊരു സമചതുര പട്ടണമാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ക്യൂബ്. സമാപന കൂടാരത്തെ നമുക്കറിയാം, അതിവിശുദ്ധ സ്ഥലം 10 ക്യൂബിക്ക് നീളം, വീതി, ഉയരം അങ്ങനെയുള്ളായിരുന്നു. അത് സ്വർഗത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായിരുന്നു. ശലോമോൻ്റെ ദേവാലയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് 20 ക്യൂബിക്ക് നീളം, 20 ക്യൂബിക്ക് മുഴം നീളം, വീതി, ഉയരം അങ്ങനെയായിരുന്നു. അത് 10 ഇരട്ടിയായി. ഇവിടെ കാണുന്നത് മനുഷ്യരോട് ദൈവം വസിക്കുന്ന, ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള സ്വർഗീയമായിട്ടുള്ള ഹെവൻ, സ്വർഗം എന്ന് പറയുന്നത് 1400 മൈൽ നീളം, 1400 ഇൻറ്റു 1400 അങ്ങനെയുള്ള ഒരു ക്യൂബിക്കായിട്ടുള്ള ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ഭവനം, സ്വർഗീയമായിട്ടുള്ള ഒരു ഹെവൻ ദാറ്റ് ഈസ് ഓൺ എർത്ത്. അവിടെ ദൈവത്തിൻ്റെ തേജസ് അവിടെ വിളക്കായിട്ട് എപ്പോഴും കാണും. വെളിപ്പാട് പുസ്തകം 21-ന്റെ 1-ാം വാക്യത്തിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 2-ാം വാക്യത്തിൽ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ വസിക്കും. അതിനകത്ത് നേരത്തെ പറഞ്ഞു പോലെ മരണമില്ല, ദുഃഖം, മുറവിളിയില്ല, എല്ലാം മാറി. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് പറഞ്ഞു 5-ാം വാക്യത്തിൽ. അപ്പോൾ ഇത് കാണുന്നത് സ്വർഗത്തിൻ്റെ വലിയൊരു ഇതാണ്. സ്വർഗീയമായിട്ടുള്ള ശരീരം നമ്മൾ ധരിച്ച പുനരുത്ഥാനം കഴിഞ്ഞ് സ്വർഗീയമായിട്ടുള്ള ശരീരം നമ്മൾ അത് തേജസ്സിൻ്റെ ശരീരവുമായിട്ട് നമ്മൾ ഈ പുതിയ സ്വർഗത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക്, പുതിയ ആകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. വിശുദ്ധ നഗരം, ഒരു ക്യാപിറ്റൽ എപ്പോഴും പ്രധാനമാണല്ലോ. യെരുശലേമാണ് ക്യാപിറ്റലായിട്ടുള്ളത്. വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ ഒരുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഈ പുതിയ സൃഷ്ടി 2 കൊരിന്ത്യർ 5-ന്റെ 17-ാം പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിൽ ആയി നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. ദാറ്റ് മീൻസ് നോട്ട് എ ഓൾഡ് ലൈഫ്. അതൊരു പഴയ ജീവിതത്തെ റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ല. ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ലൈഫ്. മാറ്റപ്പെട്ട പുതിയൊരു ജീവിതമാണ്. ഈ പുതിയ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിറ്റിയിലേക്ക് പ്രവേശനമുള്ളൂ. വീണ്ടും ഞാൻ ദൈവകൃപയിൽ ആയിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ കൃപയിലേക്ക് വരണമേ എന്ന് വീണ്ടും പറയുകയാണ്. ഈ പുതിയ യെരുശലേമിലേക്ക്, അല്ലെങ്കിൽ പുതിയ ഭൂമിയിലേക്ക്, ദൈവം വീക്ഷിച്ച ഈ പുതിയ ഭൂമിയിലേക്ക്, ദൈവം രാജാവായി സ്വർഗീയമായിട്ട് ഇരിക്കുന്ന ആ ഭൂമിയിലേക്ക് നമ്മളും പുതിയ ആകാശവും പുതിയ ഭൂമിയിലും
ഈ ദൈവത്തോടൊപ്പം വാഴുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിലാവുവാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും സ്വർഗത്തെക്കുറിച്ചുള്ള ആ ഒരു സീരീസ് നമ്മളിത് അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറയുകയോ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ID ഉണ്ട്, അതിനകത്തേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാതലായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, കാണുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല. ഇതൊരു പ്ലേസാണ്. ഇതല്ലാതെ ഈ ലോകത്തിൽ കാണുന്ന മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡും മെൻ്റൽ ആറ്റിറ്റ്യൂഡും ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു പ്ലേസാണ്. എല്ലാവർക്കും അതിൽ പോകാൻ പറ്റത്തുമില്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതനുസരിച്ചിരുന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്തായാലും ആ ഒരു സത്യം നമുക്ക് വിശ്വസിക്കാമല്ലോ. ഇതിന് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ സൈസും ഒക്കെ എഴുതിയിട്ടുണ്ട്, ബൈബിൾ എഴുതിയിട്ട് അതെല്ലാം പറഞ്ഞല്ലോ. അതിനൊക്കെ ഉപരിയായിട്ട് പുനരുത്ഥാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള തേജസ്സുള്ള ശരീരമുള്ളവർക്ക് മാത്രമേ അതിൽ പ്രവേശനം. അമർത്യമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നമുക്കായിത്തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് രാത്രികാലം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവർക്കായിട്ട് സ്തോത്രം. സ്വർഗത്തെക്കുറിച്ച് കഴിഞ്ഞ 8 എപ്പിസോഡായിട്ട് കർത്താവെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ, സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്, അവിടെ നടക്കുന്ന ആരാധന, അതുപോലെ അവിടെ കുഞ്ഞാട് വിളക്കായിട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഭരണം, അതിനോട് ചേർന്ന് മനുഷ്യൻ ജീവിക്കുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിന്തിച്ചല്ലോ കർത്താവേ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട്, അതിലായിത്തീരുവാനായിട്ട് ഉള്ള കണ്ടീഷൻസും എന്താണെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഇത് സിമ്പിളായിട്ടൊരു വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ. വീണ്ടും ജന്മം പ്രാപിക്കാനായിട്ട്, ഒന്ന് വിശ്വസിക്കുവാനായിട്ട്, ഹൃദയത്തിൽ അതൊന്ന് ഏറ്റെടുക്കുവാനായിട്ട്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധ്യമായില്ലെങ്കിൽ നിത്യമായ നരകത്തിൻ്റെ അവസ്ഥയാണ് വരുന്നതെന്ന് ഞങ്ങൾ അറിയും. ദൈവമേ, അതുകൊണ്ട് അവിടെയൊക്കെ ജീവിതത്തിലെ കർത്താവെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് ഈ ദിവസങ്ങളിൽ നീ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഭവത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ആരെങ്കിലും അങ്ങനെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ട്. അത് ചെയ്യുവാനായിട്ട് അവരെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് ശ്രദ്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു പഠനം നമ്മളിവിടെ അവസാനിച്ചു. ഇനിയും നമ്മൾ നരകത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. നിങ്ങൾ എല്ലാവരും അത് കേൾക്കുക, മനസ്സിലാക്കുക. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.